ഈ സഹോദരി പ്രവാചക ശിഷ്യൻ്റെ അടുക്കൽ, പ്രവാചകന്റെ അടുക്കിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അവൾക്ക് മനസ്സിലായി അവരുടെ ജീവിതത്തിന്റെ പരിഹാരം വേറെ ഒരിടത്തുമില്ല. നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് അവൻ യഹോവ ഭക്തനായിരുന്നു, അവൻ മരിച്ചു പോയിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് അവൾ ചോദിക്കുകയാണ്. അവൾ പറഞ്ഞ സാക്ഷ്യപിത നിന്റെ ദാസൻ, 2 അവൻ യഹോവ ഭക്തനാണ്, ആമേൻ, 3 അവൾ എൻ്റെ ഭർത്താവാണ്. 3 സാക്ഷ്യങ്ങളാണ് പറഞ്ഞത്. നിന്റെ ദാസനായ അർത്ഥം എന്താണ്? എലീശായെ, നീ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിൽ നിനക്ക് വേണ്ടി ഓടി അധ്വാനിക്കുകയും നീ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നിന്റെ ശുശ്രൂഷയിൽ കൂട്ട് സഹായകനായിട്ട് നിന്ന നിന്റെ ദാസനാണ്. ഈ ദാസൻ മരിച്ചുപോയാൽ അവനെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം നിനക്ക് ഉണ്ട് എന്നുള്ളതാണ് അവൾ അവിടെ സൂചിപ്പിക്കുന്നത്. അവൻ നല്ലൊരു ദാസനായിരുന്നു, അവൻ നല്ലൊരു വിശ്വസ്ത ദാസനായിരുന്നു എന്ന് അവൾ അവിടെ തെളിയിക്കുകയാണ്. അവൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യമുണ്ട്, അവൻ എൻ്റെ ഭർത്താവാണ്, ആമേൻ, അവൻ ജീവിതത്തിൽ ഉത്തരവാദിത്വമുള്ളവനായിരുന്നു, എന്നെ സംരക്ഷിക്കുന്നവനായിരുന്നു, അവൻ മരിച്ചു പോയിരിക്കുകയാണ്. അവൾ മൂന്നാമത്തെ സാക്ഷി ഇതാണ്, അവൻ യഹോവ ഭക്തനാണ് എന്നവൾ പറഞ്ഞത്. ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി വേണ്ട 3 പ്രത്യേക സാക്ഷ്യങ്ങളാണ് അവൾ അവിടെ അവതരിപ്പിച്ച് കാണിച്ചത്. ചിലർക്ക് സമൂഹത്തിൽ ഭയങ്കര സാക്ഷ്യമാണ്, പക്ഷെ അവർ വീട്ടിൽ അവർക്ക് സാക്ഷ്യമില്ലാതായി പോവുകയാണ്. ചില ഭർത്താക്കന്മാർ വീട്ടിൽ വരുന്നത് കാണുമ്പോൾ ഭാര്യമാർ പേടിക്കും, മക്കൾ പേടിക്കും, ചിതറി ഓടിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അവർക്ക് സമൂഹത്തിൽ ഭയങ്കര സാക്ഷ്യമാണ്. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലും കുടുംബത്തിലും നല്ല സാക്ഷ്യം ഉണ്ടാകണമെങ്കിൽ അവൾ പറഞ്ഞ മൂന്നാമത്തെ കാര്യം ഒന്ന് പാലിക്കേണ്ടത് ആവശ്യമാണ്. എന്താണെന്നറിയാമോ? അവൻ യഹോവ ഭക്തനായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ദൈവഭക്തനായ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ കുടുംബത്തും സമൂഹത്തും നല്ലൊരു സാക്ഷ്യമുള്ളവനായി മാറുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് അവൾ പറഞ്ഞത്, യഹോവ ഭക്തനായതുകൊണ്ട് ദൈവമല്ലാതെ എൻ്റെ വിഷയത്തിന് പരിഹാരം തരാൻ ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല. നമുക്കൊരു വെളിപ്പാട് കിട്ടി.